അതെ, എല്ലാ അർത്ഥത്തിലും അഭിമാനമാണ് മമ്മൂട്ടിക്ക്. മമ്മൂട്ടി മലയാളിക്ക്. റോബർട്ട് കുര്യാക്കോസ് മമ്മൂട്ടിയുടെ PR നമുക്കൊപ്പം ചേരുന്നു. ശ്രീ റോബർട്ട്, മമ്മൂക്കയുടെ തിരിച്ചുവരവിന് മലയാളം കാത്തിരിക്കുകയാണ്. ഇതിനകം പുറത്തു വന്ന ആശംസകളിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതും ആ വാക്കുകളാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ്. ഇന്നത്തെ ഒരു ദിവസം മലയാളത്തിൻ്റെ മഹാനടൻ്റെ എങ്ങനെയായിരുന്നു? അദ്ദേഹം ചെന്നൈയിൽ തന്നെയല്ലേ? ചില ഫോട്ടോകൾ പുറത്തു വരുന്നു. അദ്ദേഹം കടൽ തീരത്ത് നിൽക്കുന്ന ആ ഫോട്ടോയാണ്. ഇന്ന് രാവിലെ തന്നെ ചിത്രീകരിച്ച ഫോട്ടോയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? ആദ്യം പറയട്ടെ, തിരിച്ചു വരാനെങ്ങും പോയിട്ടില്ല. അബ്രപാളികളിലുള്ള അഭിനയം മാത്രമാണ് ഇടവേള എടുത്തിരുന്നത്. അദ്ദേഹം ചെന്നൈയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റും അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. ഇന്നത്തെ നിങ്ങൾ ചോദിച്ച ഫോട്ടോ ഇന്ന് രാവിലെ പുലർച്ചെ 4:30 എടുത്ത ഫോട്ടോയാണ്. ഇവര് രാവിലെ ജോഗിങ്ങിന് പോയപ്പോൾ അവിടെ നിർത്തി എടുത്തിരിക്കുന്ന ഫോട്ടോയാണത്. ചെന്നൈയിലാണെങ്കിലും ഈ ചികിത്സയുടെ ആ ഇടവേളകളെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു ചെന്നൈ ജീവിതം അതെങ്ങനെയാണ് ഇപ്പം പോണത്? ചെന്നൈ ജീവിതം അദ്ദേഹം കുടുംബത്തോടൊപ്പം ആസ്വദിച്ച്, പ്രകൃതിയെ ആസ്വദിച്ച്, കൃഷിയിലും ആസ്വദിച്ച്, സിനിമകൾ കണ്ട്, തിരക്കഥകൾ വായിച്ച് ഭംഗിയായിട്ട് പോകുന്നു. സിനിമകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടോ? പ്രോജക്റ്റ് ചിലത് പെൻഡിങ് കൂടിയുണ്ട് അല്ലേ? അതെ 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 മഹേഷ് നാരായണൻ ചിത്രം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനിടയിലാണ് അഭിനയം എടുക്കേണ്ടി വന്നത്. അപ്പോ ആ സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് ഉടനെ മടങ്ങിയെത്തും. ഈ ദിവസങ്ങളിൽ തന്നെ കളങ്കാവിലിന്റെ ബാക്കി പൂർത്തിയാകാനുള്ള ഡബ്ബിങ് പൂർത്തിയാക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ മുമ്പ് കണ്ടതുപോലെയുള്ള തുടർച്ചയായ ചിത്രങ്ങൾ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നത്തേക്കായിരിക്കും ഈ കേരളത്തിലേക്കുള്ള ഒരു മടക്കം? എന്റെ അറിവനുസരിച്ചാണ് സെപ്റ്റംബർ അവസാനത്തേക്ക് തന്നെ ഉണ്ടാവും. ഈ മാസം അവസാനം വരെ ഉണ്ടാവും, അല്ലെങ്കിൽ പരമാവധി ഒക്ടോബർ ആദ്യം. ഓക്കെ. ഇന്നത്തെ ഈ പിറന്നാൾ ദിവസം എങ്ങനെയായിരുന്നു? വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള എന്തായിരുന്നു? അതെ, അദ്ദേഹം എന്റെ അറിവിലുള്ള നമുക്ക് പിറന്നാളുകൾ ആഘോഷിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അത് ആഘോഷിക്കാതിരിക്കാൻ ഒക്കത്തില്ലാത്തത് കൊണ്ട് അവരെപ്പോഴും ചെറുതായിട്ടെങ്കിലും അദ്ദേഹത്തോടൊപ്പം അത് ആഘോഷിച്ച് കാണാറുണ്ട്. ആ സമയത്ത് കൂടെ ഉണ്ടാവാറുള്ള അടുപ്പമുള്ള സുഹൃത്തുക്കളും ആ ആഘോഷങ്ങളിൽ പങ്കാളിയാകാറുണ്ട്. അവര് കാര്യമായിട്ട് അവരുടേതായ രീതിയിൽ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആഘോഷം മുഴുവൻ കാണുന്ന ആരാധകർക്കിടയിലും ആയിരുന്നു മുമ്പ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന കാഴ്ചയാണ്. അതാണ് നമ്മൾ ഇന്ന് മുഴുവൻ കണ്ടത്. നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള എല്ലാ മനുഷ്യരും, സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാം വാശിയോടുകൂടി ആഘോഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓക്കെ. ഇന്ന് ഫാൻസുകാർ അവിടെ എത്തിയിരുന്നല്ലോ കേക്ക് മുറിക്കാൻ, അവർക്കൊപ്പം സന്തോഷം പങ്കിടാൻ, മമ്മൂട്ടിയെ ഒന്ന് കാണുക എന്നതൊക്കെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായിരുന്നു ഇന്നത്തെ അവിടുത്തെ ഒരു ആംബിയൻസ്? എന്തായിരുന്നു ഇത് ആരാധകർ തടിച്ചുകൂടിയ ചിത്രങ്ങളും വീഡിയോയും നമ്മൾ കണ്ടത് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന രംഗമാണ്. അവര് ആരാധകരെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അവര് കൊച്ചിയിൽ അദ്ദേഹത്തിന് പനമ്പള്ളി നഗറിലെ വീട്ടിലായാലും ഇളംകുളത്തെ വീട്ടിലായാലും മാറി മാറി അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ ഇവർ തടിച്ചുകൂടുന്ന ഒരു പതിവുണ്ട്. അത് സ്വാഭാവികമായ ഒരാൾക്കൂട്ടമായി മാറുകയാണ് അവസാനമാകുമ്പോഴേക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. അവിടെ കൂടിയിരിക്കുന്ന എത്രയോ ഒരു 90% ആളുകൾക്കും അറിയാം അദ്ദേഹം അവിടെ ഇല്ല എന്നുള്ളത്. എങ്കിലും അവരുടെ കീഴ്വഴക്കം വിട്ടുമാറാൻ അവർ തയ്യാറല്ല. അവരാഘോഷിച്ചു. ഒരുപാട് മധുരപലഹാരങ്ങളും പാട്ടും മേളങ്ങളുമായിട്ട് അവരോട് കൂടി അദ്ദേഹം ഫോണിൽ വന്നു. രാത്രി 12 മണിക്ക് തന്നെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് വിഷ് ചെയ്തു. അങ്ങനെ അദ്ദേഹം അത് ആ ആഘോഷത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. ശരി. ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ സ്ക്രീനിൽ ഞങ്ങൾ കാണിക്കുന്ന ചിത്രം അദ്ദേഹം തന്നെ രാവിലെ പങ്കുവെച്ച ആ ചിത്രമാണ്, കടൽ തീരത്ത് നിൽക്കുന്ന ആ ചിത്രം. അത് പകർത്തിയത് ആരാണ്? ആ ചിത്രം പകർത്തിയത് ആരാണ്? അത് അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളൊക്കെ പകർത്താറുള്ള ഫോട്ടോഗ്രാഫർ ഷാനി അറിയായിരിക്കുമല്ലോ. വളരെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹമാണ് അത് പകർത്തിയിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന് നടക്കാൻ പോകുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഇന്ന് പോയപ്പോൾ ചെന്നൈയിലെ കടൽ തീരത്തിന് സമീപം അവരെടുത്ത ഫോട്ടോയാണത്. ഓക്കെ. അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ രാവിലെ ജോഗിങ്ങും അങ്ങനെയൊക്കെയാണ് സജീവമായിട്ടുണ്ട് ചെന്നൈയിൽ അല്ലേ? പിന്നെ അതെ ജോഗിങ് ഒക്കെ പുനരാരംഭിച്ചു. അദ്ദേഹം പഴയ ഫിറ്റ്നസിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് ഉടനെ കാണാൻ സാധിക്കും. ഓക്കെ. ഈ നമ്മൾ പലരും പങ്കുവെക്കുമ്പം മമ്മൂട്ടി ചെന്നൈയിലാണെങ്കിൽ കൂടി അദ്ദേഹം ടെലിഫോൺ വഴി എല്ലാവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. സാമൂഹിക കാര്യങ്ങളെ കുറിച്ച് ബോധവാനാണ്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. കേരളത്തിലെ ഓരോ ഡെവലപ്മെന്റും അദ്ദേഹം കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രി എല്ലാം അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ കേരളത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? അത് തന്നെ ഞാൻ പറയും. ഫിസിക്കലി അദ്ദേഹം കേരളത്തിൽ അവൈലബിൾ അല്ലെങ്കിൽ പോലും അദ്ദേഹം എല്ലാ നിമിഷങ്ങളിലും ഓരോ ആഘോഷങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും എല്ലാം അദ്ദേഹം പങ്കാളികളാകുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ കാണുന്നില്ല. എത്രയോ
പദ്ധതികൾ നടക്കുന്നു. ഇതെല്ലാം അദ്ദേഹം നേരിട്ടാണ് നടപ്പിലാക്കുന്നത്. പിന്നെ ഇറങ്ങി അഭിനയിക്കുന്നില്ല എന്ന് മാത്രം, കുറച്ച് ദിവസത്തേക്ക് ആ ഒരു അവധി എടുത്തു എന്ന് മാത്രം. ഈ സാധാരണ മമ്മൂട്ടി ആരാധകർക്കെല്ലാം മമ്മൂട്ടി ചിത്രങ്ങളാണല്ലോ മമ്മൂട്ടിയുടെ ഒരു മനോഹരമായ ഫോട്ടോ, ആ ഗ്ലാമറസ് ആയ മുഖം, അതാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഇന്ന് പങ്കുവെച്ച ഫോട്ടോയിൽ ഒരു കാറിൽ ചാരി അങ്ങോട്ട് കടലിന് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ്. മുഖം വന്നിട്ടില്ല സ്ക്രീനിലേക്ക്. ബോധപൂർവമാണോ? അതിലെന്തെങ്കിലും സന്ദേശമുണ്ടോ? നായകന്റെ എൻട്രി എന്നും അങ്ങനെയല്ലേ? പണ്ടൊക്കെ നമ്മൾ ആദ്യം കാല് കാണിക്കുന്ന ഒരു രംഗമായിരിക്കും നായകൻ ഇറങ്ങുമ്പോ, പിന്നീട് കാറായി ബൈക്കായി. ഇത് ആ വരേണ്ട രീതി വരും, ഉടനെ വരും. ഈ മടങ്ങി വരവ്, അതായത് കേരളത്തിലേക്കുള്ള യാത്ര എന്തായാലും ഒരു ഹൈപ്പ് ഇട്ടായിരിക്കും വരിക. അതെങ്ങനെയാവണം? അങ്ങനെ ഒരു പ്ലാനൊക്കെ നിങ്ങൾ ടീം നടത്തിയിട്ടുണ്ടോ? ഹലോ, അതെ, അത് എനിക്കറിയത്തില്ല. എന്റെ സങ്കല്പങ്ങൾക്കൊക്കെ അതീതമായിരിക്കും. അത് ഓരോ ദിവസം ചെല്ലും തോറും അതിനെക്കുറിച്ചുള്ള ആവേശവും പ്രതീക്ഷകളും മാറി മാറി വരികയാണ്. അതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഞാനിന്ന് വിചാരിച്ചിരുന്നത് ആ മുഖമുള്ള ചിത്രം തന്നെ വരുമെന്ന് തന്നെയാണ്. പക്ഷെ പാതി മുഖം മാത്രമാണ് വന്നത്. അതിനർത്ഥം ആ വരവ് ഒന്നൊന്നര വരവായിരിക്കും തന്നെയാണ്. ഈ മാറി നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തോടുള്ള അടുപ്പം കൂടിയിട്ടേ ഉള്ളൂ. അത് പലരും പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി മടങ്ങി വരവ് ഒരു വലിയ വെല്ലുവിളി കൂടി ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. പുതിയ പ്രോജക്റ്റുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനിയുള്ള നടപ്പിലും ഇരിപ്പിലും സിനിമകളിലും എല്ലാം ആ ഒരു വലിയ വെല്ലുവിളി ഉണ്ടാവും, ഒരു ബാധ്യത ഉണ്ടാവും. അതല്ലേ? അതൊരിക്കലും ഇല്ല. എല്ലാ സിനിമകളും ഒരേ രീതിയിലുള്ള വെല്ലുവിളികൾ തന്നെയല്ലേ. എല്ലാ സിനിമകളും ഗംഭീരമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്, സ്ക്രിപ്റ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടായിരിക്കുമല്ലോ ഇവരൊക്കെ അഭിനയിക്കുക. അപ്പൊ ഇനി വരുന്ന സിനിമകൾക്കും ആ മുൻകരുതലുകളൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും വളരെ നന്ദി ശ്രീ റോബർട്ട്. താങ്ക് യു. മമ്മൂട്ടി എന്ന മഹാനടൻ, അദ്ദേഹം മലയാളികൾക്ക് ആരാണ് എന്നത് ആരെയും ഓർപ്പിക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടവേള, അത് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് മമ്മൂട്ടി വരണം, സിനിമയിൽ സജീവമാണോ, അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് ഇട്ട പോസ്റ്റിൽ ഇന്നലെ രാത്രിയും മമ്മൂട്ടിയുമായി നടത്തിയ ആശയവിനിമയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ നേരത്തെ നടൻ ശ്രീരാമൻ പങ്കുവെച്ച പോസ്റ്റിൽ മമ്മൂട്ടിയുമായുള്ള ആത്മബന്ധവും അവരുടെ തമ്മിലുള്ള ബന്ധങ്ങളും പറയുന്നു. മുമ്പ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ നടൻ മോഹൻലാൽ തന്നെ ഇച്ചാക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്നു. അങ്ങനെ എത്ര വലിയ ബന്ധമാണ് മമ്മൂട്ടിയുമായി സിനിമാ ലോകത്തിനും നമ്മുടെ സമൂഹ ലോകത്തിനും സമൂഹ ജീവികൾക്കുമെല്ലാം എന്നത് പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആ മടങ്ങി വരവ് ആഗ്രഹിക്കുകയാണ്. അതെല്ലാം മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി എന്ന വാക്ക്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന പുതുതലമുറയും പഴയ തലമുറയും. ജോൺ ബ്രിട്ടാസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, സ്വാഗതം. ഏതായാലും മമ്മൂക്കയുമായുള്ള ആശയവിനിമയം ഇന്നലെ രാത്രിയും താങ്കൾ ഉണ്ടായി എന്നതാണ് താങ്കളുടെ പോസ്റ്റിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത്. എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം? ചെന്നൈയിൽ സജീവമായോ? വളരെ സന്തോഷവാനാണ്. അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബർത്ത്ഡേക്ക് ഒരു സവിശേഷമായിട്ടുള്ള ഒരു തലമുണ്ടെന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ വലിയൊരു